ഈ ഫണ്ട് എന്തിനൊക്കെ ചെയ്യുന്നത്, എവിടൊക്കെ ഫണ്ട് കൊണ്ട് ഒഴുക്കുന്ന ഇവന്മാര് സകലത് ഇവന്മാര് കാണിക്കുന്ന പല പദ്ധതികളും. ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡൽഹിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് അറിയാം എന്താണ് ഈ ഫണ്ടിന്റെ അവസ്ഥ എന്നുള്ളത്. ഈ ഫണ്ടാണ് നമ്മളൊക്കെ കൊടുത്ത പൈസയാണ്. നമ്മൾ ഓരോരുത്തരും നികുതി പൈസ വെച്ചിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന, പ്രധാനമന്ത്രി മറ്റേ സ്കില്ല്, പ്രധാനമന്ത്രി ഈ സ്കില്ല് എന്ന് പറഞ്ഞ് ഇവന്മാരുടെ പദ്ധതി തരും. ഈ പദ്ധതിയുടെ ഫ്ലെക്സും കാണിച്ചിട്ടാണ് ഈ പരമവാണ സംഖ്യകൾ ഇതോ പ്രധാനമന്ത്രി ആയി തന്നു, ഒരു ഒലയ്ക്കും കിട്ടിയിട്ടില്ല. Let us make it a target to get their job done. Let's try and see if we can do it. ഈ സംഘപരിവാണങ്ങളുടെ രാജ്യസ്നേഹം എത്രത്തോളം എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാ അല്ലേ. അതായത് നരവണയുടെ ബുക്കിന്റെ 2 ലൈൻ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോഴേക്കും ചക്കക്കുരു പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. ആദ്യത്തെ ഒരു ദിവസം ഒന്ന് പോയി എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അതോടുകൂടി പേടിച്ചിട്ട് പിന്നെ സത്യം പുറത്തിറങ്ങിയിട്ടില്ല, ഓഫീസിന്റെ പുറത്ത് പിന്നെ ഇറങ്ങിയിട്ടില്ല, ആ വഴിയിലോട്ട് പോയിട്ടില്ല. ഇനിയിപ്പോൾ അമിട്ടാണെങ്കിലും വേണ്ടില്ല, രാജ്നാഥ് സിംഗ് ആണെങ്കിലും വേണ്ടില്ല, ഇത് തന്നെയാണ് അവസ്ഥ. അപ്പം രാജ്യസ്നേഹം കൂത്തൊലഞ്ഞിരിക്കുന്ന ഈ ടീമിന്റെ യഥാർത്ഥ രാജ്യസ്നേഹത്തിന്റെ മറ്റൊരു പതിപ്പും കൂടെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇവന്മാര് കുറച്ച് കാലങ്ങളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അതായത് വിരമിച്ചിട്ടുള്ള പട്ടാളക്കാരുടെ ഒരു സ്കീമുണ്ട്, ഒരു ആരോഗ്യ സ്കീമുണ്ട്, ECHS എന്ന് പറയും, എക്സ് മിലിറ്ററി കോൺട്രിബ്യൂഷൻ ഫണ്ടാണ്, ഹെൽത്ത് കോൺട്രിബ്യൂഷൻ ഫണ്ടാണ് സംഭവം. അതായത് ECHS എന്ന് പറഞ്ഞത്. ഈ സംഭവത്തിന് ഇപ്പം ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡൽഹിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് അറിയാം എന്താണ് ഈ ഫണ്ടിന്റെ അവസ്ഥ എന്നുള്ളത്. ഈ ഒരു ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചില ഹോസ്പിറ്റൽസ് ഉണ്ട്, നമ്മുടെ ECHS സെന്റേഴ്സും ഹോസ്പിറ്റൽസും ഉണ്ട്. ഈ എക്സ് മിലിറ്ററി ആൾക്കാർ അവിടെ ചെന്നിട്ട് അവരുടെ ഫസ്റ്റ് അവരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ആ ഹോസ്പിറ്റൽ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ നോക്കും, അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യും. അതല്ല നെക്സ്റ്റ് ലെവലിലോട്ട് വരുന്ന ഒരുവിധം ചെറിയ ട്രീറ്റ്മെന്റ് ഒക്കെ അവിടെ കൊടുക്കുന്നുള്ളൂ, ബാക്കി എല്ലാ ട്രീറ്റ്മെന്റും കൊടുക്കുന്നത് പുറത്ത് മറ്റ് ഹോസ്പിറ്റൽസിലോട്ടാണ്. മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ECHSുമായിട്ട് നമ്മളൊരു എൻടാലൻമെന്റ് വരും. ഇപ്പം നമ്മൾ സ്റ്റാർ ഹെൽത്തും മറ്റതൊക്കെ ഒരു ഇൻഷുറൻസ് ആയിട്ട് കിട്ടുന്ന പോലെ തന്നെയുള്ള ഒരു ഇൻഷുറൻസ് ആണ് ഇവർക്കുള്ളത്. അങ്ങനെ മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലോട്ടാണ് ഇത് കിട്ടുന്നത്. ഈ പണ്ടൊക്കെ ഈ ഫണ്ട് പറഞ്ഞാൽ ഒരു 2 to 3 months ഇടയ്ക്ക് ഈ ഫണ്ട് റിലീസ് ചെയ്യും. അതായത് ഈ ആളുകളെ ഇവിടുന്ന് നോർമൽ ഈ ECHS ഹോസ്പിറ്റൽസിൽ നിന്ന് വലിയ ഹോസ്പിറ്റലിലോട്ട് ഇവരെ പറഞ്ഞു വിടും മറ്റ് ചികിത്സക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചികിത്സക്ക് ഈ ഫണ്ട് വിത്തിൻ 1 month 2 months, അതായത് പ്രൈസ് കുറവായിരിക്കും, പക്ഷേ 1 month 2 month 3 months കിട്ടിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഈ ഫണ്ട് ഗവൺമെന്റ് കൊടുക്കുന്നില്ല, റിലീസ് ചെയ്യുന്നില്ല. റിലീസ് ചെയ്യാതെ ഈ പോകുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ ഹോസ്പിറ്റൽസ് വരെ, അതായത് ഈ വരുന്ന ആളുകളെ അവരെന്തെങ്കിലുമൊക്കെ ഒഴിവുകഴിവുകൾ പറയും. അതായത് അപ്പോയിൻമെന്റ് ഇല്ല, അല്ലെങ്കിൽ ഡോക്ടർ അവൈലബിൾ അല്ല, അതല്ലെങ്കിൽ ഈ പറഞ്ഞ സർജറി ഇവിടെ ഇല്ല എന്നും പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട ഈ പട്ടാളക്കാർ, അതായത് എക്സ് മിലിറ്ററി ആൾക്കാർ അവിടുന്ന് പുറത്താക്കുന്ന പരിപാടി. ഇനി അതല്ല, ആരെങ്കിലും ഒരു എമർജൻസി ആയിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ ചികിത്സ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവരുടെ ഈ ഒരു എമൗണ്ട് ഉണ്ട്, ആ ഒരു ബിൽ എമൗണ്ട് ഗവൺമെന്റ് പാസ്സാക്കി കൊടുക്കുന്നില്ല. Earlier what they used to do, after every 2 or 3 months the payment used to come, so that hospital didn't have any problem in running all the things. Last 2 years what they don't give any payment since last 9 months. അതായത് രാജ്യസ്നേഹം പൂത്തുലഞ്ഞ് ഏത് നേരം പട്ടാളക്കാരി എന്ന് പറയുമ്പോൾ അങ്ങോട്ട് മൊഴിയുന്ന കുറെ ടീമുണ്ട്. ഈ സംഘപരിവാണക്കൂട്ടത്തിലുള്ള സകലതും അതിലുള്ള യഥാർത്ഥ അവസ്ഥകളാണ് ഈ മുതലാളിമാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ നേതാക്കന്മാർ ഈ പാവപ്പെട്ട ആൾക്കാരോട് കാണിക്കുന്ന ചെറ്റത്തരമാണ് നമ്മൾ ഈ പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധിനെ കാണാൻ ECHSന്റെ കുറച്ച് ആളുകൾ, അതിന്റെ ഗ്രൂപ്പിൽ നിന്നുള്ള കുറച്ച് ആളുകൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിന്റെ ഓഫീസിലെത്തി ഇവർ അനുഭവിക്കുന്ന യഥാർത്ഥ അവസ്ഥകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. Bullets through spine. It was 1994. അതല്ലാണ്ട് മോദിജി യൂണിഫോം ഇട്ട്, പട്ടാള യൂണിഫോം ഇട്ട് ഈ അതിർത്തിയിൽ മോദിജിന്റെ ഫ്ലക്സ് കണ്ടിട്ടല്ല ഈ പറഞ്ഞ ഈ പാകിസ്ഥാനികളും അതല്ലെങ്കിൽ മറ്റ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള യുദ്ധം ചെയ്യാൻ വരുന്ന ചൈനക്കാരൊന്നും ഓടുന്നത്. അവിടെ ഈ പട്ടാളക്കാർ ഉറക്കൊഴിഞ്ഞ് അല്ലെങ്കിൽ ഭക്ഷണം അല്ലാണ്ട് തണുപ്പും വെയിലും ചൂടും എല്ലാം കൊണ്ട് നിന്ന് ഇവർ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ പട്ടാളക്കാരുടെ പേരും പറഞ്ഞ് പല സ്കീമിലും പല ഉടായ്പും കാണിച്ചിട്ട് ഫണ്ട് മുക്കിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് BJP പാർട്ടി, അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മറ്റൊരു വലിയ കളവാണ് ഇപ്പം പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇവരായിട്ട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഹോസ്പിറ്റൽസിന്റെ ഒരു ഭാഗമായിട്ട് ഇതിന്റെ സ്കീമും ഇതിന്റെ അവസ്ഥ നേരിട്ട് കണ്ട് അതിൻ്റെ ഓഫീസുകളിൽ പോയിട്ട് ഫണ്ടിന് നടന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്കിതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാം. അത് തന്നെയാണ് ഞാൻ ഇന്നലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ഇവരെത്തുന്നത്. അതായത് എക്സ് സർവീസ്മാൻ അവരുടെ പ്രതിനിധികളെല്ലാവരും കൂടെ ഇങ്ങോട്ട് വരുന്നത്. അതായത് വിരമിച്ച സൈനികർക്ക് ആരോഗ്യ പരിരക്ഷ നടപ്പാക്കുക എന്നുള്ളതാണ് ECHS പദ്ധതിയുടെ ഫണ്ടിന്റെ അവസ്ഥ. ഇതിൽ ഗണ്യമായിട്ട് കുറവുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ഇവരെ അറിയിച്ചിട്ടുള്ളത്. ഹോസ്പിറ്റലുകളിൽ നൽകാനുള്ള കുടിശ്ശിക,
അതായത് ബാക്ക്ലോഗ്സ്, അതായത് കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക പോലും ഏകദേശം 6000 കോടി രൂപ ഉണ്ട്. ഇത് ഇവർക്ക് കൊടുക്കുന്നില്ല, ഹോസ്പിറ്റൽസിന് കൊടുക്കുന്നില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനും ഇവരോട് എംപാനൽമെന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിനും ഇവർ പൈസ കൊടുക്കാണ്ടിരിക്കുക. അതുകൊണ്ട് ഇവർ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോൾ ഇവരെ അക്സെപ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ മറ്റ് പല കഴിവുകൾ പറഞ്ഞിട്ട് ഈ ഹോസ്പിറ്റൽസ് ആരും ഒഴിവാക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ചികിത്സ കിട്ടാണ്ട് ഈ പാവങ്ങളെ ഇവർ വരുമ്പോൾ തന്നെ ഹോസ്പിറ്റൽസ് ACHSന്റെ ആൾക്കാരാണ്, ഫണ്ട് കിട്ടില്ല, നമ്മൾ എന്തിന്, ആ ചിന്ത ആൾക്കാരുടെ മനസ്സിലോട്ട് കൊണ്ടുവരുന്നത്. ഇതിനുള്ള പ്രധാന കാരണം ആരാണ്? ഗവൺമെന്റ് പ്രോപ്പറായിട്ട് ഫണ്ട് കൊടുക്കണം. ഈ ഫണ്ട് എന്തിനൊക്കെ ചെയ്യുന്നത്, എവിടൊക്കെ ഫണ്ട് കൊണ്ട് ഒഴുക്കുന്ന ഇവന്മാര് സകലത് ഇവന്മാര് കാണിക്കുന്ന പല പദ്ധതികളും കഴിഞ്ഞ ദിവസം എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും എന്തുകൊണ്ട് ചർച്ചയ്ക്ക് ചെയ്യാൻ പാടില്ല എന്ന് പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചെയറിലോട്ട് നിർദ്ദേശിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഫണ്ടാണ് നമ്മളൊക്കെ കൊടുത്ത പൈസയാണ്. നമ്മൾ ഓരോരുത്തരും നികുതി പൈസ വെച്ചിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന, പ്രധാനമന്ത്രി മറ്റേ സ്കില്ല്, പ്രധാനമന്ത്രി ഈ സ്കില്ല് എന്ന് പറഞ്ഞ് ഇവന്മാരുടെ പദ്ധതി തരും. ഈ പദ്ധതിയുടെ ഫ്ലെക്സും കാണിച്ചിട്ടാണ് ഈ പരമവാണ സംഘികൾ ഇതോ പ്രധാനമന്ത്രി ആയി തന്നു, ഒരു ഒലയ്ക്കും കിട്ടിയിട്ടില്ല, തൂറാൻ കക്കൂസ് പോലും ഇല്ലാത്ത ടീമാണ്. എങ്കിൽ ഈ പദ്ധതിയുടെ നാല് ഫ്ലെക്സ് കണ്ടു കഴിഞ്ഞാൽ സന്തോഷമാണ്. ചാവുമ്പം ഈ ഫ്ലെക്സ് കണ്ട് ചത്താലും സംഘിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാലും സംഘി പട്ടിണിയാണ്, അത് വേറെ കാര്യം. അപ്പം ഇത്തരത്തിലുള്ള ഫണ്ടുകൾ കാണിച്ചിട്ട് ഈ ഫണ്ടുകൾ സകലതും മുക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അത് ഇനിയെങ്കിലും സംഖ്യ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ മനസ്സിലാക്കണം. ഇതാണ് നടക്കുന്നത്. അതിന്റെ മറ്റൊരു ഭാഗമാണ്. And ultimately they gave it on 31st of March when you can't do anything and everything, or almost 30% of the amount what they give that goes back to the government. How does that work? Actually, sir, you can't adjust that amount of money. Suppose if you want to buy something, you cannot buy it on 1st of April because ultimately on 31st April the settlement of the bill takes place. So almost whatever they give, last year I received 3 crores at 5 p.m. on 31st of 2025. You can't do anything of that money. Ultimately 30% of that amount has to go back to the Ministry of Finance. That is happening since the last 2 years. I don't understand why they're giving you that money just to take it back. Because the financial year is over. So that is the thing. It's being too clever by They're just not giving the money. It's not giving the money and it's not in time. അതായത് ഇതിന്റെ ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ വർഷം ഏകദേശം 6000 കോടിയാണ് കിട്ടാനുള്ളത്. അതവിടെ പെൻഡിങ് കിടക്കുകയാണ്. ഈ വർഷം 8000 കോടിയാണ് ബഡ്ജറ്റിൽ കൊടുത്തിട്ടുള്ളത്. 8000 കോടി ഉണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ 6000 കോടി ലാപ്സാണ്. അതായത് ഇതിൽ ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താ അവന്മാരെ പരിപാടി എന്നറിയോ, മാർച്ച് 31-ാം തീയതി 5 മണിക്ക് ഈ ഫണ്ട് പാസ്സായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവർക്ക് മെയിൽ വരും. ഇതിന്റെ പ്രതിനിധികൾക്ക് ഹോസ്പിറ്റൽസ് മെയിൽ വരും. അത് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ഇയാൾ പച്ചക്ക് ഇയാൾ അനുഭവിക്കുന്ന അവസ്ഥ. നെക്സ്റ്റ് ഡേ ഏപ്രിലായി, അപ്പോഴേക്കും ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു. ഈ മാർച്ച് 31-ന്റെ ഉള്ളിൽ ഈ ഫണ്ട് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ 30% മേലെ അത് ലാപ്സായി പോയി, ഫണ്ട് കൊടുത്തില്ല. 31-ാം തീയതി 5 മണിക്ക് ഫണ്ട് വരുന്നു എന്നും പറഞ്ഞിട്ട് മെയിൽ വരുന്നു. നെക്സ്റ്റ് ഡേ ഈ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആയി, അതുകൊണ്ട് ഈ ഫണ്ട് ലാപ്സായി പോയി, നിങ്ങൾ യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫണ്ട് തിരിച്ചു പോകുന്നു. എത്ര വൃത്തികെട്ട കളവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ചെറ്റത്തരം എന്നല്ലാണ്ട് എന്തതിനെ പറയാം. ഈ പാവപ്പെട്ടവന്മാരുടെ അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ആൾക്കാർക്ക്, ഈ പട്ടാളക്കാർക്ക് കിട്ടേണ്ട ഫണ്ട് ഈ അവസ്ഥയിലാണ് ഗവൺമെന്റ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. How much is outstanding? Sir, for last 5 years backlog has been increasing. 1st April 2025 the backlog was about 6,000 crores. And expenditure. How much was it last year? They gave 7,000 crores. This year they gave 8,000 crores, but the backlog itself was 6,000 crores. So to do the expenditure for this current year, only 2,000 crore was left. So the backlog carry But forward. what happens to all these people who are sick? Sir, there are 2 major issues. One is that those who are sick, hospitals are not accepting them. They are empaneled hospitals. They say we will not give you appointment, and they delay the treatment. But if cancer treatment is delayed, then that's over. What That's is that? over. And these are all service members. എന്നിട്ട് അവർക്ക് പിന്നെ നെക്സ്റ്റ് ടൈമിൽ ഇവർ ആ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ ഹോസ്പിറ്റൽ അക്സെപ്റ്റ് ചെയ്യില്ല. ഇത്രയും ഫണ്ട് കിടക്കുകയാണ്. ഇപ്പം എനിക്കറിയുന്ന പല ഹോസ്പിറ്റൽസും ഈ ECHS ആയിട്ടുള്ള എംപാനൽമെന്റ് ഒഴിവാക്കുക, വേറെ വേണ്ട, അവരുടെ എംപാനൽമെന്റ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഫണ്ട് കിട്ടില്ല. ഇതാ പറയുന്നത്. ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ പോലും ചിന്തിച്ച കാര്യമാണത്. അത് വേണ്ട, അത് കിട്ടില്ല, ഫണ്ട് കിട്ടില്ല, പിന്നാലെ നടക്കണം, എന്നാലും കിട്ടാത്ത അവസ്ഥ. അതുകൊണ്ട് നമുക്ക് അവരെ വേണ്ട. എന്നിട്ട് ഈ പാവപ്പെട്ടവർ ECHS ഇത് കിട്ടും, അല്ലെങ്കിൽ പട്ടാളക്കാർക്ക് എല്ലാം കൊടുക്കുന്ന മോദിജി മോങ്ങിക്കൊണ്ടിരിക്കുമെന്നും പറഞ്ഞിട്ട് ഈ പാവപ്പെട്ടവന്മാർ നടക്കുക. എവിടെയും കയറ്റും, ഓരോ ഹോസ്പിറ്റലും കയറ്റുന്നില്ല. എന്നാൽ പിന്നെ ECHS ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ? അതിട്ടില്ല. അവിടെ മിനിമൽ ഒരു ഫസ്റ്റ് എയ്ഡ് ലെവലിലുള്ള സൗകര്യങ്ങൾ മാത്രം കൊടുത്തിട്ട്, ചെറിയ സർജറീസ് മാത്രം കൊടുത്ത്, ഡേ കെയർ കൊടുത്തിട്ട് അവരെ വിടും. മറ്റുള്ള എല്ലാത്തിനും ഇവർ പുറത്തോട്ട് പോകണം. ഫണ്ടിട്ട് കിട്ടുന്നില്ല. ഇതാണ് പരിപാടി. അതായത് ECHSന്റെ പ്രതിനിധിയാണ് ഇപ്പം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നില്ല. ഇതാണ് പട്ടാളക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടാളം എന്തോ ആണെന്ന് വിചാരിക്കും. രാജ്യസ്നേഹികൾ, അതായത് പറയുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ രാജ്യസ്നേഹികളാണെന്ന് സ്വയം ചിന്തിക്കുന്ന ആൾക്കാരാ. കപട രാജ്യസ്നേഹികൾ, ഇല്ലാത്ത സാധനങ്ങൾ കാണിച്ചിട്ട് ഒരു മോദി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന കപട രാജ്യസ്നേഹികൾ. ആദ്യം രാജ്യസ്നേഹം കാണിക്കുന്ന ഈ പട്ടാളക്കാർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടാ. അത് നമുക്ക് പല
ഇതിനു മുമ്പ് പുൽവാമ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിന്റെ വാർഷികം. അങ്ങനെ പല അറ്റാക്കുകളിലും ഇവന്മാർ കാണിച്ച ചെറ്റത്തരം കാരണമാണെന്നുള്ളത് പച്ചക്കറിയാം. അത് പുറത്ത് കാണിക്കൂല. എന്നാൽ അത് പുറത്ത് കാണിക്കുമ്പോഴേക്കും മോദിജി പട്ടാള വേഷത്തെ ഒരു ഫ്ലെക്സ് അങ്ങ് വെച്ചെടുക്കും. ഇനിയൊന്നും പറയാൻ പാടില്ല. മോദിജി പട്ടാളക്കാരുടെ കൂടെ, മോദിജി എന്ന് പറഞ്ഞാണ് പട്ടാളം. മോദിയുടെ ഫ്ലെക്സ് കണ്ടിട്ട് തിരിഞ്ഞോടുന്ന പാകിസ്ഥാനികളും ചൈനക്കാരെ കാണുന്നത്. അപ്പോഴാണ് ഈ പറഞ്ഞ നരവണയുടെ ബുക്കിലെ 2 വരികൾ നമ്മൾ ഓർത്തു പോകുക. എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോളെ, നിങ്ങൾ തോന്നിയ പോലെ ചെയ്യുമെന്ന് പറഞ്ഞ ജിയുടെയും കുറെ മൂഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യ നേതാക്കളാണ് നമുക്കുള്ളത്. അവിടെ നിൽക്കട്ടെ. ഇതിങ്ങനെ ഒന്ന് ഇതൊരു സംഭവം മാത്രം. രാഹുൽ ഗാന്ധിനെ അവർ കണ്ട് പറയാം, അതായത് പാർലമെന്റിൽ അവതരിപ്പിക്കുക. ഏതായാലും BJP ആരും അവതരിപ്പിക്കാൻ പോകുന്നില്ല, എന്താ അവന്മാരും മുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് വന്ന് ഇവർ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ അവസ്ഥ ഇതാണ്, ഇത് നിങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കണം. ഈ ഫണ്ട് പ്രോപ്പറായിട്ട് സമയത്തിന്, പണ്ടൊക്കെ ഒരു കൊല്ലം 1 മാസം 2 മാസം കിട്ടിക്കൊണ്ടിരുന്ന സാധനം 9 മാസം 10 മാസം കഴിഞ്ഞ് 12ാം മാസത്തിന്റെ മൂട്ടിൽ തലേ ദിവസം കറക്റ്റ് മെയിലിടും, നെക്സ്റ്റ് ഡേ ലാപ്സ്, ഫണ്ട് നിങ്ങൾ യൂസ് ചെയ്തില്ല ലാപ്സ്. അപ്പോൾ എന്തുകൊണ്ട് ഫണ്ട് വന്നില്ല? ഞങ്ങൾക്ക് ഇപ്പോഴേ തരാൻ തോന്നിയുള്ളൂ. അതാണ് അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയിൽ പറ്റിക്കഴിഞ്ഞാൽ അത് മാത്രമല്ല, And their disability pension was tax-free from 1922 onwards. From the Income Tax Act 1922, under Section 60, they said it will be tax-free. The same provision of 1922, they were incorporated in 1961 Income Tax Act. So what disabled were given separate section, the relaxation, that 100% exemption, sir. And other disabled also given under different sections, sir. This thing continued till today, sir. It will end on the 31st March, sir. 104 years of tax exemption, they've just taken it away in this finance bill, sir. How much money are they saving? There is some perception 50, that 60 it is being given just like that. So not 103 years have passed and we are exempted from income tax. And suddenly my senior veterans who have sustained amputations and all, For last now 30, from 40 1st years they are April, getting exemption. we will be asked to pay income tax. പിന്നെ എന്താ പറയാ, ഡീസബിലൈസേഷൻ പെൻഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പം പെൻഷനും നികുതിയും, അതായത് ഇവർക്ക് കിട്ടുന്ന പെൻഷനിൽ ടാക്സ് ഫ്രീ ആയിരുന്നു പെൻഷൻ. അതായത് 1922 മുതൽ, അതായത് നമുക്ക് ഇത് കിട്ടുന്നതിന് മുമ്പ്, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ സൈനികരുടെ ഡീസബിലൈസേഷൻ പെൻഷൻ ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ടാക്സ് ഫ്രീ ആയിരുന്നു അന്ന് മുതൽ ഈ സംഭവം ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ സാമ്പത്തിക ബില്ലിൽ ഈ പരിപാടി സംഭവം കൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. നിർമ്മലാജി അതങ്ങ് ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ വിരമിച്ചിട്ടുള്ള വികലാംഗരായിട്ടുള്ള സൈനികർക്കാണ് ഇത് കൊടുക്കുന്നത്, ഈ ഡീസബിലൈസേഷൻ പെൻഷൻ കൊടുക്കുന്നത് കേട്ടോ. ഇത് ആദായ നികുതി ഇതിന്റെ അണ്ടറിലോട്ട് മാറ്റി ഇനി അതിന് അവർ ടാക്സ് അടച്ചോളുക എന്നുള്ളൊരു പുതിയ പദ്ധതിയും കൂടെ നമ്മുടെ നിർമ്മലാജി അതല്ലെങ്കിൽ നമ്മുടെ മോദിജി പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ചോദ്യം ചെയ്യാൻ ആളുകളില്ല, ചോദ്യം ചെയ്യൂല എന്ന് തോന്നുന്ന സകല ആൾക്കാർക്കും കൊടുക്കേണ്ട ഫണ്ടുകൾ വെട്ടിച്ചുരുക്കി അത് ബീഹാറിന് പാലുണ്ടാക്കാനും, പാലം ഡെയിലി പൊളിയും, അത് വിട്ടേക്ക്, അതൊക്കെ നിതീഷിന്റെയും അവന്റെ കുടുംബക്കാരെയും പോക്കറ്റിലോട്ടാണ് നമുക്കറിയാം. പാലുണ്ടാക്കാനും ആന്ധ്രയിലോട്ട് തള്ളാനും UP-യിൽ കുംഭമേള നടത്താനും ഒക്കെയാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഇതിനുള്ള ഫണ്ട് വെമ്മാർ കണ്ടെത്തും. ബാക്കി പല പദ്ധതികളെയും പറ്റി പാർലമെന്റിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ പദ്ധതികളെ പറ്റി അല്ലെങ്കിൽ ഈ ഫണ്ടുകൾ ഞങ്ങൾ മാർച്ച് 31 നിങ്ങൾക്ക് തരും, ഏപ്രിൽ 1 മുമ്പിൽ അത് ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ തിരിച്ചെടുക്കും, ഇമാതിരി ഊളത്തരം കാണിച്ചുകൊണ്ടിരിക്കുക. ചോദ്യം ചെയ്യുന്നവൻ്റെ എതിരെ ഇംപീച്ച്മെന്റും ബാക്കി കാര്യങ്ങളായിട്ട് നടക്കും. ചോദ്യം ചെയ്തവർ ചോദ്യം ചെയ്യാൻ പാടില്ല, ഇനി അവർ പാർലമെന്റിൽ തന്നെ അംഗമാവാൻ പാടില്ല, അല്ലെങ്കിൽ ആജീവനാന്ത വിലക്കിന് വേണ്ടിയിട്ട് പിന്നാലെ നടക്കും. അമ്മാതിരി ഊളത്തരമാണ് പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു മനുഷ്യൻ, അതായത് ഇതൊക്കെ ഡീറ്റെയിൽഡ് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആർക്കെങ്കിലും അറിയാതൊക്കെ സംഖ്യ 4 ജയ് വിളിച്ചാൽ തീരുന്നതല്ല രാജ്യസ്നേഹവും രാജ്യത്തിന്റെ അവസ്ഥയും. മനസ്സിലാക്കി, സംഖ്യ മനസ്സിലാക്കി. അപ്പോൾ നിങ്ങളുടെ ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഇതിന്റെ അവസ്ഥ അത് അറിയുന്ന ഒരാളുകളുടെ രീതിയിൽ എനിക്ക് അത്ര ആധികാരികമായിട്ട് ഇത് പറയാൻ പറ്റും. അത് യൂസ് ചെയ്ത് ആ ഫണ്ട് വന്ന് അതിന്റെ അവസ്ഥ കണ്ട ഒരാൾ എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഏതായാലും ഇതിനെപ്പറ്റി വേറെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് നമുക്ക് നോക്കാം. എത്ര പറയുവാണെങ്കിൽ ഇതിനെ ന്യായീകരിച്ച് താഴത്ത് വരുന്നുണ്ട് നോക്കി, അവൻ രാജ്യസ്നേഹം പറഞ്ഞ് ഏതെങ്കിലും പറയുവാണ് അതിന്റെ താഴത്ത് കമന്റ് ഇട്ടാൽ നിങ്ങൾ നോട്ട് ചെയ്തോ. അവനെ പോലത്തെ ചെറ്റകളാണ് ഈ രാജ്യം ഇല്ലാണ്ടാക്കുന്നത്. രാജ്യം മുട്ടിപ്പിക്കുന്നുണ്ട്.